ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിറച്ച് ഷോപ്പിങ്ങിൻ്റെയൊക്കെയാണ്. അപ്പോൾ ആദ്യം ഒരു കട്ടിലെടുക്കാൻ പോകണം, പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകണം, കൊല്ലം ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി നടക്കുന്ന അങ്ങനത്തെ ഒരു കുട്ടി വ്ളോഗാണ് ഇന്നത്തേത്. അപ്പോൾ ആദ്യം തന്നെ കട്ടിലെടുക്കാനായിട്ട് ചന്ദനത്തോപ്പിലുള്ള ഡിമോസിലാണ് പോകുന്നത്. കൊല്ലത്ത് വേറെയും ഡിമോസിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്, പക്ഷേ നല്ല റേറ്റിംഗ് ഇവിടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്നതാണ്. കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ മോളില്ലാതെയാണ് ആദ്യമേ നമ്മൾ ഇറങ്ങിയത് കട്ടിലൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ ശരിക്കും കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസും കൂടി കണ്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ നേരത്തെ. കാരണം എല്ലാ ടൈപ്പും വുഡിൻ്റെതുണ്ട്, അല്ലാതെ വേറെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് പല രീതിയിലുള്ളതുണ്ട്. അങ്ങനെ ഒത്തിരി ടൈപ്പ് കട്ടിൽ മാത്രമല്ല, സോഫ, പ്ലാസ്റ്റിക് ചെയേഴ്സ്, ടേബിള്, അങ്ങനെ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാം നമ്മളെ കാണിച്ചു തരും. കസ്റ്റമർ സർവീസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എല്ലാം കാണിച്ചു തന്നതിന് ശേഷം ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ പല മോഡൽ, ഇപ്പോൾ ഈ ഒരു കബോർഡ്, ഈ കട്ടിലിൻ്റെ സൈഡിലുള്ള കബോർഡും കൂടി ചേർന്ന് വരുന്ന റേറ്റൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് വലിയ പ്രൈസി ആയിട്ടൊന്നും തോന്നില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ട് നല്ല നല്ല പ്രൈസാണ് അവിടെ ഞാൻ കണ്ടതിൽ എനിക്ക് മനസ്സിലായത്. ഒത്തിരി അങ്ങ് വില കൂടിയത് അങ്ങനെയൊന്നും തോന്നത്തില്ല. അപ്പോൾ നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള കട്ടിലുകൾ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിലയും ആയിരിക്കും. അപ്പോൾ ഈ സെക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ചെയേഴ്സാണ്. അപ്പോൾ നമ്മൾ കട്ടിൽ ഓൾറെഡി സെലക്ട് ചെയ്തിട്ട് ഞാനൊരു 2 പ്ലാസ്റ്റിക് ചെയറും ഒരു കുഞ്ഞ് ടീപ്പോ പോലെ മുകളിലത്തെ ബാൽക്കണിയിൽ ഇടാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടീപ്പോയ്ക്ക് പകരം സ്റ്റൂളാണ് എടുത്തത്, പച്ച കളറിൽ. അപ്പോൾ അതൊരു ടീപ്പോ പോലെ തോന്നിക്കുന്നുണ്ടല്ലോ, അല്ലാതെ അവിടെ പ്രത്യേകം ടീപ്പോ ആയിട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ സെറ്റുണ്ട്, 2 ചെയറും ഒരു ടീപ്പോയും ആയിട്ട്. പക്ഷെ അത് വെള്ള കളറിൽ അത്ര അങ്ങോട്ട് എടുപ്പ് തോന്നിക്കാത്തതായിരുന്നു. അങ്ങനെ ഈ പച്ച ആ ഒരു സ്റ്റൂളിന് പറ്റിയ ചെയർ അതേ കളറിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട് തോന്നിയത് ആ മസ്റ്റേർഡ് യെല്ലോ കളറിലായതുകൊണ്ട് അതും നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ ബില്ലടിക്കാനൊക്കെ വന്നിരിപ്പുണ്ട്. അവിടെ നിന്ന് ഒരു കുഞ്ഞ് കഥകളിയുടെ ഫോട്ടോ ഫ്രെയിമൊക്കെ നമുക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് തന്നിട്ട് അവിടുന്ന് നേരെ അങ്ങ് വീട്ടിലേക്ക് പോയി മോളുമായിട്ട് RK വെഡ്ഡിങ് മോളിലോട്ടാണ് അടുത്തത് വന്നത്, കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ ഡ്രസ്സ് എടുക്കുന്നതിനേക്കാളും അവൾ അവിടുന്ന് ഒരു വലിയ പാവയങ്ങ് സെലക്ട് ചെയ്തു. 2 വീലറിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉള്ളതുകൊണ്ട് ഇടിച്ച് കുത്തി അതിനകത്ത് വെച്ചിട്ട് പിന്നെ അവിടുന്ന് കൊല്ലം ബീച്ചിൽ വീഡിയോസൊക്കെ കുറേയൊക്കെ ഷോർട്സിലൂടെ നിങ്ങൾ കണ്ടു കാണും. അതുപോലെ തന്നെ RK വെഡ്ഡിങ് മോളിലുള്ള ചിൽഡ്രൻസിൻ്റെ സെക്ഷനിലെ കളക്ഷൻസ് മൊത്തം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കയറി കാണുക. വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ കൊല്ലം ബീച്ചിൽ പോയാൽ ഇപ്പോൾ ഈ കോഴിക്കോടൻ ചുരണ്ടി ഐസ് എപ്പോൾ കൊല്ലം ബീച്ചിൽ പോയാലും നമുക്ക് കഴിക്കുന്ന ഒരു ടെൻഡൻസി ആയിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ലിച്ചി, അതുപോലെ തന്നെ പൈനാപ്പിൾ ചില്ലി, ഇത് രണ്ടും അടിപൊളി ഫ്ലേവേഴ്സിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഉപ്പിലിട്ടത്, അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ കിട്ടുമല്ലോ. പിന്നെ ഐസ്ക്രീം കഴിച്ചാലും ഉപ്പിലിട്ടത് കഴിച്ചാലൊക്കെ വൈകുന്നേരം ആണെങ്കിൽ ചായ എനിക്ക് മസ്റ്റാണ്. അങ്ങനെ വീഡിയോ കാണുമ്പോൾ വേഗം പോകണമെങ്കിൽ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം സന്ധ്യാസമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വെക്കേഷൻ ആണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനും ഹസ്ബൻഡും വർക്കിംഗ് ആയതുകൊണ്ട് സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനും പുറത്തു പോകാനും ഉണ്ടെങ്കിൽ നമ്മൾ കൂട്ടി വെച്ചിരുന്നിട്ട് എല്ലാം കൂടി ഒരു ദിവസം ചെയ്തു തീർക്കും. അപ്പോൾ ആ ഒരു ദിവസം മൊത്തം എനിക്ക് അലച്ചിലായിരിക്കും. അങ്ങനെ കൊല്ലം ബീച്ചിൽ മോൾക്ക് വരണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. താന്നി ബീച്ചിലൊക്കെ ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്, അങ്ങോട്ട് അധികം പോകാറില്ല. അങ്ങനെ അവിടെ കുറേ നേരം ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറേ ഷോപ്പുകളുണ്ട്. അപ്പം കുട്ടി ഷോപ്പുകളിൽ കയറിയും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ഇപ്പോൾ ക്ലിപ്പുകൾ, അങ്ങനെയൊക്കെ കുഞ്ഞു ക്ലിപ്പുകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ കാണുമ്പോൾ അവിടെ പോയിട്ട് അതിന് 20 രൂപയുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ഒരു സെറ്റ് ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട് മോൾക്ക്. അങ്ങനെ കുറേ നേരം കൊല്ലം ബീച്ചിലും കറങ്ങിയിട്ട് നേരെ വീട്ടിൽ പോകാമെന്ന് കരുതി. ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഡിമോസിലെ കളക്ഷൻസ് കാണിക്കാനും RK വെഡ്ഡിങ് മോളിൻ്റെ ഇതിൽ ആഡ് ചെയ്യാത്തത് ഓൾറെഡി ഒരു വീഡിയോ സെപ്പറേറ്റ് ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അന്നത്തെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട വീഡിയോ ആണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ചെവിയൻ എന്നാണ് അവൾ ഈ പാവയെ ഇപ്പോൾ വിളിക്കുന്നത്. ഇതിൻ്റെ ചെവി കണ്ട് അട്രാക്ട് ചെയ്ത് അവളെ എടുത്തതാണ്. ഇതിൻ്റെ തന്നെ റെയിൻബോ കളറിലുള്ളൊരു പാവ ഉണ്ടായിരുന്നു. അതൊന്നും വേണ്ട, ഇത് വേണമെന്ന് ആദ്യമായിട്ടാണ് ഒരു പാവയ്ക്ക് വാശി പിടിച്ച് മേടിക്കുന്നത്. ഈ റൂമിലാണ് കട്ടിൽ കൊണ്ടിടാനും പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ മേടിച്ച കട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അത് മോളുടെ പടമുള്ള ബ്ലൈൻഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇനി കട്ടിലൊക്കെ ഇട്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം പുതിയൊരു വീഡിയോയിലൂടെ.